മാസം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വരും അല്ലേ? വിഷു ഉണ്ട്, പെരുന്നാളുണ്ട്, അതേപോലെ ഏപ്രിൽ 1-ാം തീയതി ഏപ്രിൽ ഫൂളും ഉണ്ട്. ഇതൊക്കെ എല്ലാ വർഷവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലേ? പക്ഷേ 2024 ഏപ്രിൽ 8-ന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ് ആ പ്രത്യേകത? അതെ, നമ്മുടെ ഭൂമി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സമ്പൂർണ്ണ സൂര്യഗ്രഹണം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാട്ടോ. അപ്പൊ ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ഈ 2024 സമ്പൂർണ്ണ സൂര്യഗ്രഹണം നമുക്ക് കാണാൻ പറ്റുന്നത്, ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് മിഡിൽ അമേരിക്കയും അതേപോലെ നോർത്ത് അമേരിക്കൻ ആ ഒരു സ്ഥലങ്ങളിലാണ്. അപ്പൊ ഈ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുന്ന സമയത്ത് നമ്മുടെ ഭൂമി മുഴുവൻ ഇരുട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഈ സമയത്ത് ഇരുട്ടായതുകൊണ്ട് തന്നെ എന്ത് നമുക്ക് കാണാൻ പറ്റും? നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നാട്ടോ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് എന്താണെന്ന് എക്സാക്റ്റ് മനസ്സിലായോ? അതായത് സൂര്യൻ ഭൂമിയെ മറയ്ക്കുന്ന സമയത്ത് നമ്മുടെ സൂര്യന്റെ കൊറോണ വലയം മാത്രം ദൃശ്യമാകുന്ന ആ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് എന്ത് നടക്കുന്നത്? സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നത്. ഈ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ നാസ വിളിക്കുന്ന പേരെന്താ അറിയോ? ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ സൂര്യഗ്രഹണം എന്നാണ് കേട്ടോ വിളിക്കുന്നത്.